വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ശ്രീനാരായണ മാധവ ധർമ്മം ട്രസ്റ്റ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. നിയമ ഭേദഗതിയിലൂടെ വഖഫ് സങ്കല്പം എന്ന കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കി എന്ന് ട്രസ്റ്റ് ചെയർമാനും നിയമജ്ഞനുമായ മോഹൻ ഗോപാൽ മീഡിയ വണ്ണോട് പറഞ്ഞു. മതസ്വാതന്ത്ര്യം ഹനിക്കുന്ന നിയമമാണ് പാർലമെന്റ് പാസാക്കിയതെന്നും ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിച്ചതെന്നും മോഹൻ ഗോപാൽ ആരോപിച്ചു. ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് വ്യത്യസ്തമായ വാദമുന്നയിച്ചാണ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹർജി തയ്യാറാക്കിയിരിക്കുന്നത്, വാദിക്കാൻ തയ്യാറെടുക്കുന്നത് ഡോക്ടർ മോഹൻ ഗോപാലാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് സംസാരിക്കാം. ഇതിനകം തന്നെ നിരവധി ഹർജികൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ വാദമുഖമാണ് അങ്ങ് സുപ്രീം കോടതി ഉന്നയിക്കുന്നത്? ഇതിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം ഈ ഭേദഗതി ചെയ്യുന്നത് ഇന്ത്യയിൽ വഖഫിനെ അവസാനിപ്പിക്കുകയാണ്, ഇല്ലാതാക്കുകയാണ് എന്നാണ് ഞങ്ങളുടെ വാദം. കാരണം വഖഫിന് പ്രോഫറ്റ് മുഹമ്മദിൽ നിന്നും കിട്ടിയ 4 മെയിൻ എലിമെൻറ്റ്സ് ഉണ്ട്. അത് ആഗോളതലത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് ആ 4 എലിമെൻറ്റ്സ് കാണാം. അതായത് ഒന്ന്, ഈ വഖഫ് ക്രിയേറ്റ് ചെയ്യുന്നത്, രൂപവൽക്കരിക്കുന്നത് ഒരു വ്യക്തിയായിരിക്കണം. ആ വ്യക്തിയുടെ വിശ്വാസത്തിൽ നിന്നായിരിക്കണം. അതായത് മുസ്ലിം വിശ്വാസം എന്നല്ല, ദൈവത്തിലുള്ള വിശ്വാസം. ഏതെങ്കിലും ഒരു ദൈവവിശ്വാസത്തിൽ ഉള്ള ഒരു വ്യക്തി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്, ചാരിറ്റിയാണ് വഖഫ്. രണ്ടാമത്, ഇതിനൊരു സ്പെസിഫിക് പേർപ്പസ് വേണം. ആ സ്പെസിഫിക് പേർപ്പസ് എന്ന് വെച്ചാൽ മനുഷ്യരാശിക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനും ബന്ധുക്കൾക്കും വേണ്ടി ദൈവത്തിൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ പാതയിൽ, ഇൻ ദ വേ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പാതയിൽ, അത് മുസ്ലിം ദൈവം എന്നല്ല, ദൈവത്തിൻ്റെ പാതയിൽ, അള്ളാഹ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്, ദൈവത്തിൻ്റെ പാതയിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിനെ ഉപയോഗിക്കണം. മൂന്നാമത്, ഇത് ഇർറിവോക്കബിൾ ആയിരിക്കണം. ഇതിനെ പിന്നെ മനംമാറ്റം ഈ പ്രോപ്പർട്ടി ദൈവത്തിനോട് ഇർറിവോക്കബിളി അതിനെ പിൻവലിക്കാനൊക്കാത്ത, തിരിച്ചെടുക്കാൻ പറ്റില്ല, ഡെഡിക്കേറ്റ് ചെയ്യാണ്. നാലാമത്, ഇത് ഇൻഏലിയനബിൾ ആണ്. ഇത് ആർക്കും വിൽക്കാൻ ഒക്കില്ല, വേറെ ഗിഫ്റ്റ് ചെയ്യാൻ ഒക്കില്ല, ഇത് കൈമാറ്റം പാടില്ല, വേറെ ആർക്കും ഇതിൻ്റെ ഓണർഷിപ്പ് പോകാൻ പാടില്ല. ഈ 4 എലിമെൻറ്റ്സ് ആണ് ഉള്ളത്. ഈ ഭേദഗതി ബിൽ ഈ 4 എലിമെൻറ്റ്സിനെയും മോഡിഫൈ ചെയ്യാണ്. അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ തന്നെ, പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ പലതും ഈ അന്യമത വിദ്വേഷം പരത്തുന്ന രീതിയിൽ പ്രസ്താവന നടത്തുമ്പോൾ ഈ ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് എന്താണ് ഇങ്ങനെ ഒരു ഹർജിയുമായി മുന്നോട്ട് പോകുന്നത്? വളരെ വ്യക്തമായി 100 വർഷം മുമ്പ് നാരായണ ഗുരു, മഹാനായ പത്രാധിപർ CV കുഞ്ഞിരാമനോടുള്ള സംവാദത്തിൽ 2 കാര്യങ്ങൾ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു. അതിൽ 2 കാര്യങ്ങൾ പ്രസക്തമായുള്ളത്. ഒന്ന്, ഗുരുദേവൻ ചോദിച്ചു, എന്താണ് ഇന്ന് ഇന്ത്യക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരത്തിൽ നിന്നും വിമോചനം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഗുരുദേവൻ പറഞ്ഞു, ജാതി ഭേദം, മതദ്വേഷം പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഗുരുദേവൻ എല്ലായ്പ്പോഴും സർവോപരി പ്രാധാന്യം കൽപ്പിച്ചത് വിശ്വാസ സ്വാതന്ത്ര്യത്തിനാണ്. അപ്പോൾ ആൾക്കാർക്ക് അവരുടെ വിശ്വാസത്തിനെ നിലനിർത്താനുള്ള സ്വാതന്ത്ര്യം ആണ് വളരെ വളരെ ഊന്നി പറഞ്ഞത്. അപ്പോൾ ഈ സങ്കല്പങ്ങളിനെ നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ ആ വിശ്വാസ സ്വാതന്ത്ര്യത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റിനോ ഒരു ശ്രീനാരായണീയനോ വെറുതെ നോക്കി നിൽക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. നമ്മളുടെ മുസ്ലിം സഹോദരങ്ങളുടെ കൂടെ നമ്മൾ ശക്തമായി ഒന്നിച്ചു നിൽക്കണം, അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി. വഖഫ് എന്ന സങ്കല്പം തന്നെ ഇല്ലാതാക്കുന്നതാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം. ഇതിനെതിരെയുള്ള പോരാട്ടം തന്നെയാണ് ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇമ്രാൻ സരിക്കൊപ്പം D. ധനസുമോദ്, മീഡിയ 1, ഡൽഹി.